ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ എന്നതിന് പുറമെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്. വാട്ട് ഐ ഫെൽറ്റ് ദോസ് 5 years ഇൻ സ്റ്റഡിങ് എ ഗവൺമെൻറ് ലോ കോളേജ്. 5 വർഷം ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, അവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏതാനും കുറച്ച് നാൾക്ക് മുന്നേ ഒരു കുട്ടീനടുത്ത് ചോദിച്ചു, സാർ ഗവൺമെൻറ് ലോ കോളേജിൻ്റെ വൈബ് എന്താ, ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്നപ്പോഴാണ് ഞാൻ ആ ഒരു കമൻറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കോടതി ഇരിക്കുമ്പോൾ പഴയ കോളേജ് ജീവിതമൊക്കെ ഓർത്തപ്പോൾ ശരി എന്നാൽ പിന്നെ ആ കുട്ടി ചോദിച്ച കാര്യമില്ല, എന്നാൽ പിന്നെ ഓർമ്മ ചെയ്തേക്കാം. ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു മഹാഭൂരിപക്ഷം ഓഡിയൻസും ഓപ്ഷൻസൊക്കെ രജിസ്റ്റർ ചെയ്ത് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം. അപ്പം നിങ്ങളൊക്കെ എന്താ പറയുക, ഫുള്ളൊരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലാണ്. ചിലരൊക്കെ സീറ്റ് ഉറപ്പിച്ചു, നല്ല റാങ്കുള്ളവരൊക്കെ സീറ്റ് ഉറപ്പിച്ചു, ഞാൻ എനിക്ക് എന്തായാലും അവിടെ പഠിക്കണം എന്നുള്ള ഉറപ്പിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ പഠിക്കാൻ പറ്റട്ടെ. നിങ്ങളൊരു 3-4 മാസമായിട്ട്, ചിലരൊക്കെ ഒരു വർഷമായിട്ട് ഇതിന് വേണ്ടി പണിയെടുക്കുന്നവരാ. യു ഡിസേർവ്, ഓക്കെ, യു ഗൈസ് ഡിസേർവ് ഇറ്റ്. ഓക്കെ, നല്ല റാങ്കുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ പഠിച്ച് നല്ലൊരു ലോ ഗ്രാജുവേറ്റ്, നല്ലൊരു ലോയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തായാലും ഇപ്പം നമ്മുടെ LLB പഠിച്ചാൽ ലോയർ മാത്രമല്ല ആവാൻ പറ്റുക, ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഏത് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ എക്സൽ ആവട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ചിലവരൊക്കെ ഒരു എന്താ പറയുക, ഒരു കയ്യാലം മേലിങ്ങനെ തേങ്ങയുടെ അവസ്ഥയാണ് ഇല്ലേ, എങ്ങോട്ട് വേണേലും മാറിയാൽ ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഓക്കെ, ഒട്ടുമിക്ക പേരും എഴുതുന്ന ഒരു 95% പേരും ഗവൺമെൻറ് മെറിറ്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കും. പിന്നെ കുറച്ച് പേരാണ് പ്രൈവറ്റിൽ ഓൾറെഡി സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അവർ ഇതാക്കുന്നത്. പിന്നെ തീരെ ഹോപ്പ് നഷ്ടപ്പെട്ട, അതായത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അവസാനം പറഞ്ഞ ആൾക്കാർ ഇല്ലേ, ഹോപ്പ് നഷ്ടപ്പെട്ട് കിട്ടില്ലെന്ന് ഉറപ്പുള്ളവരോട്, അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗൈസ് ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇല്ലേ. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വിജയിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇല്ലേ, പക്ഷേ തോൽക്കുന്നത് ആർക്കും തന്നെ എന്ത് ചെയ്യുക, മനസ്സിലല്ലേ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് തോൽവി. ബട്ട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. വിജയത്തിൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് തോൽവിയും അതിനോടൊപ്പം കിട്ടുന്ന വേദനയും നമ്മൾ മനസ്സിലാക്കി അതെന്ത് ചെയ്യണം, ഓവർകം ചെയ്യാൻ പറ്റണം. അതാണ് ലൈഫ്. ഓക്കെ, അതാണ് ലൈഫ്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ടഫ് സിറ്റുവേഷൻസ് ഡീല് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിൻ്റെ സക്സസ്. ഓക്കെ, നത്തിങ് കംസ് ഈസി. ഓക്കെ, ഒരു കംഫോർട്ട് സോണിൽ ഇരുന്ന് നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞ് റാങ്ക് കുറഞ്ഞവരൊക്കെ പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മടി കാരണം പഠിച്ചിട്ടുണ്ടാവില്ല ഇല്ലേ, ചിലപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഡസൻറ്റ് മാറ്റർ. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളൊന്ന് ഇരുന്ന് തിങ്ക് ചെയ്യും, എന്തൊക്കെയാണ് എവിടേക്കാണ് പ്രശ്നങ്ങൾ പറ്റിയത്, എവിടേക്കാണ് ഞാൻ തെറ്റ് വരുത്തിയത്, ഒന്ന് ഇരുന്ന് റീതിങ്ക് ചെയ്യും. ആ തെറ്റുകൾ മനസ്സിലാക്കി സ്റ്റാർട്ട് ഫ്രം ദ നമ്പർ 1, അല്ലെങ്കിൽ ആ 0 തന്നെ തുടങ്ങിക്കോ. സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുക, പഠിച്ചത് അടുത്ത വർഷം 3 മാസം കൂടെ കഴിഞ്ഞത് ഈ വർഷം കഴിയും. ഓക്കെ, ജാനുവരി മുതൽ അടുത്ത അക്കാഡമിക് ഇയറിലുള്ള എൻട്രൻസുകൾ തുടങ്ങും. ആദ്യം ക്വിസാറ്റ് വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് റാലി അടിച്ച പോലെ എൻട്രൻസുകൾ തുടങ്ങും. പഠിക്കുക, നിങ്ങൾക്ക് ആഗ്രഹിച്ച എന്തില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി പഠിക്കുക. ഓക്കെ, വരുന്നുണ്ട് ചാൻസുകൾ. ഈ കൊല്ലത്തോടെ ഇതൊന്നും അവസാനിക്കുന്നില്ല, ഭൂമി അവസാനിക്കൊന്നുമില്ല. സോ തോറ്റിരിക്കുന്നവരോ, നിങ്ങൾ ആരും തോറ്റിട്ടില്ല, ആരും തന്നെ തോറ്റിട്ടില്ല. നമ്മൾ സ്വയം തോറ്റു എന്ന് വിചാരിക്കുന്നിടത്ത് മാത്രമേ നമ്മൾ തോൽക്കുള്ളൂ. ചുറ്റും നിൽക്കുന്ന ആൾക്കാരോ അപ്പുറത്ത് നിൽക്കുന്ന ആളോ നീ തോറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ തോൽക്കില്ല. നമ്മൾ സ്വയം തോറ്റു എന്ന് ഒരിക്കലും വിജയിക്കരുത്. ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിത് ഓവർകം ചെയ്യാൻ, നമുക്ക് വേണ്ട സക്സസ് നമുക്ക് പിടിച്ചെടുക്കാം. ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ലോകമാണ് ഇല്ലേ. ഇങ്ങനെ തോറ്റോടത്ത് നിന്ന് തിരിച്ചു വന്ന് സകലത് വെട്ടിപ്പിടിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള ലോകമാണിത്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. സോ ഗൈസ്, ഡോണ്ട് വറി, നിങ്ങൾ ഒരിക്കലും ഹോപ്പ് ലൂസ് ചെയ്യേണ്ട. ബെറ്റർ തിങ്സ് ആർ കമ്മിങ്. ഞാൻ 2017 എൻട്രൻസ് എഴുതുന്നതും 49ാമത്തെ റാങ്ക് സെക്യൂർ ചെയ്ത് തൃശ്ശൂർ ലോ കോളേജിൽ കയറുന്നതും. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ആ 5 കൊല്ലം. തൃശ്ശൂർ ലോ കോളേജിൽ 5 കൊല്ലമാണ് ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം. ആ 5 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത എക്സ്പീരിയൻസുകൾ, എല്ലാ തരത്തിലുള്ള ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസുകൾ, എനിക്ക് കിട്ടിയ എക്സ്പോഷർ,
എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ ഇന്നും എൻ്റെ ലൈഫിലെ ജെമ്മ് പോലെ അസറ്റ് പോലെ നിൽക്കുന്ന ഒരു 90% ആൾക്കാരെ എനിക്ക് ലോ കോളേജിൽ നിന്ന് കിട്ടിയവരാണ്. ഒരു ഡൗട്ടുമില്ല. ഞാൻ 5 വർഷം കൊണ്ട് ഒരുപാട് മാറി. എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2017 എൻട്രൻസ് എഴുതി ഞാൻ തൃശ്ശൂർ ലോ കോളേജിൽ കയറുന്നതാണ്. ഇന്നും ഞാൻ വലിയ ആളൊന്നും ആയിട്ടില്ല. സ്റ്റിൽ ഐ എം സ്ട്രഗ്ലിംഗ്, സ്റ്റിൽ ഐ എം ഇൻ ഗ്രോത്ത് സ്റ്റേജ്. പക്ഷെ ഞാൻ പറയുന്നു 2017 കയറിയ വ്യക്തിയല്ലെന്ന് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. സോ ദാറ്റ് 5 years, that place, തൃശ്ശൂർ ലോ കോളേജ്, that has changed my life. എൻ്റെ ജീവിതം അതോടെ മാറി. നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ മാറും. ഓക്കെ, LLB പഠിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സബ്ജക്റ്റ് പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. LLB പഠിക്കാനുള്ള, കോളേജ് പഠിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് LLB പഠിക്കാൻ. കേരളത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കേരളത്തിന് പുറത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് പഠിച്ചിറങ്ങുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ? നമ്മളൊരു മീഡിയോക്രേ സെറ്റപ്പിൽ പോയിട്ട് ഈ സാധനം പഠിച്ചിറങ്ങിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പഠിക്കുക. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റ് കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് പ്രിവിലേജാണ്. സത്യം പറഞ്ഞാൽ അത് ഇന്നും എനിക്കതൊരു പ്രിവിലേജാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്ര അധികം പിള്ളേരായിട്ട് കോമ്പീറ്റ് ചെയ്ത് റാങ്ക് മേടിച്ച് അലോട്ട്മെന്റ് എടുത്ത് അവിടെ കയറി പഠിക്കുക എന്ന് പറയുന്നത് വെൽ ആൻഡ് ട്രൂലി ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ആ ഡിഫറെന്റ് എക്സ്പീരിയൻസ് അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്നും ഓർത്ത് സന്തോഷിക്കാനുള്ള മൊമെന്റ് ആയിരിക്കും അത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞു, 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഹൈക്കോർട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റും ഇന്നും എൻ്റെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്നൊക്കെ പറയുന്നത് ആ ലോ കോളേജിൽ 5 വർഷ ജീവിതമാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ലോ കോളേജിലെ വൈബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ലോ കോളേജ് വന്നാൽ നിങ്ങൾ ജീവിതം പഠിക്കും. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ലോ കോളേജ് വന്നാൽ നിങ്ങൾ എന്തായാലും ജീവിതം എന്താണെന്ന് പഠിക്കും. ജീവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. എന്തൊക്കെയാണ് എനിക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ലോ കോളേജ്, ഒരു ഗവൺമെന്റ് ലോ കോളേജ് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കിയെടുക്കുന്ന പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ചില നോട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു ഗവൺമെന്റ് ലോ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രിവിലേജ് ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ കുറച്ച് പ്ലസ് പോയിന്റ്സ് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ലൈബ്രറി ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ്. നമ്മുടെ 4 ഗവൺമെന്റ് കോളേജ്, ഞാൻ ഒന്നിനെ കമ്പയർ ചെയ്യുന്ന 4 ഗവൺമെന്റ് കോളേജിലും യു ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് ലൈബ്രറി ഫെസിലിറ്റീസ് കിട്ടും, ബെസ്റ്റ് റിസർച്ച് ഫെസിലിറ്റീസ് കിട്ടും. ഏത് തരത്തിലുള്ള ബുക്സും നിങ്ങൾക്ക് അവിടെ കിട്ടും അല്ലേ? നമ്മുടെ ലോ ബുക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. 900-1000 രൂപ മുകളിലേക്ക് ആ ബുക്കിന്റെ വില. അതൊന്നും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു മഹാഭൂരിപക്ഷം കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഇതല്ല. ബട്ട് ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് വേണ്ട ബുക്സ് നിങ്ങൾക്ക് എടുക്കാം. ബുക്സ് ഇല്ലാണ്ട് നമ്മുടെ പണികൾ നടക്കില്ല. അസൈൻമെന്റ് എഴുതണം, മൂട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിന് പഠിക്കണം, അങ്ങനെ എത്ര റിസർച്ച് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ബുക്സ് വേണം. അങ്ങനെ ഒരു ബുക്ക് ഫെസിലിറ്റീസ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഗവൺമെന്റ് ലോ കോളേജ് തന്നെ ഞാൻ പറയുള്ളൂ. അവിടുത്തെ ലൈബ്രറി അൺമാച്ചബിൾ ആണ്. ഓക്കെ, അൺമാച്ചബിൾ ആണ്. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ തന്നെയാണ് ബുക്സിന്, അവിടെ പഠിച്ചിറങ്ങി ആ ലൈബ്രറി കാർഡ് അവിടെ സറണ്ടർ ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് ലൈബ്രറിയുടെയും ബുക്സിൻ്റെയും വില അറിയുള്ളൂ. പിന്നെ റിസർച്ച് ഫെസിലിറ്റീസ്, നമ്മുടെ മനുപത്ര, SEC പോലെയുള്ള ഓൺലൈൻ ജഡ്ജ്മെന്റ്സ് കിട്ടുന്ന സൈറ്റുകൾ. ഓക്കെ, ഇതൊക്കെ പെയ്ഡ് സൈറ്റുകളാണ്. ഇതൊക്കെ നമ്മൾ അന്യായ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കുന്ന സാധനങ്ങൾ. പക്ഷേ ഗവൺമെന്റ് ലോ കോളേജ് നമുക്ക് ഫ്രീ ആക്സസ് കിട്ടും അതിലേക്ക്. നമുക്ക് മൂട്ടൊക്കെ ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ജഡ്ജ്മെന്റ്സ് ഒക്കെ എടുക്കാം, റെഫറൻസുകൾ നടത്താൻ നമുക്ക് ഇല്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്ത് പേപ്പർ പ്രസന്റേഷനും അതുപോലെ അക്കാദമിക് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റെഫറൻസുകൾ എടുക്കാൻ പറ്റും. നമുക്ക് കോളേജിൽ ഓരോ അക്കാദമിക് ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജഡ്ജ്മെന്റ്സ്, നമ്മൾ കോടതിയിലേക്കല്ലേ പോകണം, അപ്പോൾ കോടതി വിധികളെ പറ്റി അറിയണ്ടേ, അത് കിട്ടാനുള്ള എല്ലാ തരം റിസർച്ച് ഫെസിലിറ്റീസും ഗവൺമെന്റ് ലോ കോളേജ് ഓൾ ഫോർ 4. ഞാൻ പറഞ്ഞു ഏത് ലോ കോളേജ് പഠിച്ചാലും എന്ത് ചെയ്യുക, അത് പ്രിവിലേജ് തന്നെ. 4 ലോ കോളേജ് ഒന്നിലൊന്ന് മെച്ചം തന്നെയാണ് ഞാൻ പറയുള്ളൂ. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രീഡം, സ്വാതന്ത്ര്യം. അത് തന്നെയാണ് വലുത്. നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജ് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. വി ക്യാൻ എക്സ്പ്രസ് ഫ്രീലി, നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാം, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. അതൊന്നും ആരും നിങ്ങളെ വന്ന് ചോദ്യം ചെയ്യില്ല. അല്ലെങ്കിൽ മാനേജ്മെന്റ് ആൾ നീ അത് ചെയ്യണ്ട, നമ്മുടെ കോളേജിന് ഇത് അഫക്റ്റ് ചെയ്യും എന്നൊന്നും ആരും നിങ്ങളുടെ അടുത്ത് വന്ന് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ. നമുക്ക് ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം പല പാരന്റ്സിനും ഒരു ധാരണയുണ്ട്, അയ്യോ ഫ്രീഡം കിട്ടിയാൽ അത് പിള്ളേർ മോശമല്ലേ. ഫ്രീഡം 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വാതന്ത്ര്യം ഉപയോഗിക്കാം. ഒന്ന് നന്നായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ ഗവൺമെന്റ് കോളേജിൽ നല്ല ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക്
ആ ഫ്രീഡം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ല ലെവലിലേക്ക് എത്താം. ആ ഫ്രീഡം കൊണ്ട് നിങ്ങൾക്ക് ചീത്തയാവുകയും ചെയ്യാം. നല്ല പിള്ളേർ എവിടെ പോയാലും പഠിക്കും അവർ, ഇല്ലേ? ഇനിയിപ്പോൾ ചീത്തയായിട്ടുള്ള, അതായത് ഔട്ടായി പോകുന്ന പിള്ളേർ അവരെ ഇനി എത്ര ടഫ് സെറ്റപ്പിൽ കൊണ്ടിട്ട് എത്ര സ്ട്രിക്റ്റ് സെറ്റപ്പിൽ കൊണ്ടിട്ടാലും അവർ നന്നാവാൻ പോകുന്നില്ല. സോ ആ ഫ്രീഡം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ വിജയം. അവിടെ നിങ്ങൾ ആരും ഗവൺമെന്റ് ലോ കോളേജിൽ ആരും നിങ്ങൾ പിന്നെ അത് ചെയ്യും ഇത് ചെയ്യുന്നു ആരും ഒന്നും പറയുമൊന്നുമില്ല. നമ്മൾ സ്വയം ഏറ്റെടുത്ത് എനിക്കിതൊക്കെ വേണം, എനിക്ക് ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ള മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഗ്രോത്തിന് മേളിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ആരും തന്നെ നിങ്ങളിട്ട ഡ്രസ്സിന്റെ അളവിലോ നിങ്ങളിട്ട ലിപ്സ്റ്റിക്കിന്റെ കളറിനെ വെച്ച് നിങ്ങൾ ആരെയും ബോഡി ഷെയിം ചെയ്യാൻ, സ്ലട്ട് ഷെയിം ചെയ്യാനൊന്നും ലോ കോളേജുകൾ വരില്ല. ഒരു ഗവൺമെന്റ് ലോ കോളേജ് ഒരു ടീച്ചർമാരും ചെയ്യത്തില്ല, ഒരു ഡൗട്ടില്ല. യു ക്യാൻ ലീവ് ഫ്രീഡമായിട്ട് ഫ്രീലി നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും. ആ ഫ്രീഡം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഞാൻ ഏറ്റവും കൂടുതൽ 5 വർഷം ഏറ്റവും കൂടുതൽ അനുഭവിച്ച് എൻജോയ് ചെയ്തൊരു കാര്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാമ്പസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ആരും ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊന്നും ആരും പറയില്ല. പക്ഷേ തോന്നിവാസം കാണിക്കാൻ പറ്റുമെന്നല്ല വിചാരിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്ന സംവിധാനം നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും മൂന്നാമത്തത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ടീച്ചിങ് ഫാക്കൽറ്റീസിന്റെ കാര്യം. ഓക്കെ, നമ്മൾ ഈ ലോ സബ്ജക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് വായിച്ച് പഠിച്ച് ഒറ്റയ്ക്കിരുന്ന് എടുക്കാവുന്ന കാര്യമൊന്നും അല്ല. ഓക്കെ, നമ്മളെ പഠിപ്പിച്ച് തരാനും അതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയത് ഡോക്ട്രിൻസ് ആണ്, ലാറ്റിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ച് തരാൻ പ്രോപ്പറായിട്ടുള്ള ആൾക്കാർ വേണം. ആ പ്രോപ്പറായിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ നമുക്ക് ഈ സബ്ജക്റ്റിനോട് അത്ര അധികം വെറുപ്പ് തോന്നും. നമുക്ക് ഇൻ ഗവൺമെന്റ് ലോ കോളേജസ് 4 എണ്ണത്തിലും യു ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള. കേരളത്തിൽ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസ് ഉള്ള സ്ഥലം അവിടെ തന്നെയാണ്. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഏത് ലെവലിൽ പറഞ്ഞു തരാൻ പറ്റുന്ന പ്രൊഫസർമാരും PhD സ്കോളേഴ്സും ഹോൾഡേഴ്സും അതുപോലെ തന്നെ ആൾക്കാരായിരിക്കും അവിടെ. ഒരു ഡൗട്ടും വേണ്ട, നിങ്ങളുടെ ലൈഫ് അവരെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അവരാരും വന്ന് നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യുന്നല്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് അവരുടെ നിന്ന് എന്ത് ചെയ്യുക, മേടിക്കാനുള്ള ഇത് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അതാണ് ടീച്ചിങ് ഫാക്കൽറ്റീസ്. എനിക്ക് ഒരു തലത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. യു ഗെറ്റ് ദ ബെസ്റ്റ് ടീച്ചിങ് ഫാക്കൽറ്റീസ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസർമാർ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെന്റ് ലോ കോളേജസ്. അത് ഒരു സ്ഥലമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ അക്കാദമിക് പ്രോഗ്രാംസ്. ഓക്കെ, നമ്മളൊരു കോളേജ് ലൈവ് ആക്കുന്നത് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നു, ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നു, ഇന്റേണൽ എഴുതുന്നു, എക്സാം, ഇതൊന്നും അല്ല. LLB ലോ എന്നൊക്കെ പറയുന്ന ക്ലാസ് റൂമുകളിലും നമ്മുടെ ഇന്റേണൽ മാർക്ക് ഷീറ്റിലും എക്സാം ഷീറ്റിലും പോകേണ്ട ഒരു കാര്യമല്ല. LLB എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി. അപ്പൊ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്സ് വേണം. ഓക്കെ, എല്ലാ രീതിയിലും ഇൻവോൾവ് ചെയ്ത് വേണം. അല്ലാതെ ക്ലാസ് റൂമിൽ ഒതുങ്ങിയിരുന്ന് ബുക്കിന്റെ ഉള്ളിൽ കിടന്ന് പോകേണ്ടതല്ല LLB. എല്ലാ രീതിയിലും ഇൻവോൾവ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ്, ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളൊക്കെ കോടതി പോകുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടാത്ത പല നോളേജുകൾ നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് കിട്ടാത്ത പല നോളേജുകൾ അക്യൂർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടേക്ക് പോകാൻ. കൃത്യമായിട്ട് നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് സംസാരിക്കാൻ അറിയാം. നമുക്ക് ഒരു ക്ലൈന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് പ്രശ്നം പറയുമ്പോൾ നമുക്ക് അവർക്ക് റെമഡി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞില്ലെന്ന് വരാം, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ അത് അറിഞ്ഞ് കണ്ടെത്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ക്ലൈന്റിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ക്ലൈന്റിനെ ഡീൽ ചെയ്യാൻ പറ്റിയ നാളെ നമുക്ക് നല്ലൊരു വക്കീലാവാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ബുക്കിലൂടെ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കണമെങ്കിൽ മനുഷ്യന്മാരായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഒതുങ്ങി പോകേണ്ട ഒരു സാധനമല്ല. വൈഡായിട്ട് ഇൻവോൾവ് ചെയ്ത് ഔട്ടർ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അക്കാദമിക് പ്രോഗ്രാംസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ലോ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിനെ ലൈവ് ആക്കുന്ന അവിടുത്തെ പ്രോഗ്രാംസ്, അത് അക്കാദമിക് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അക്കാദമിക് പ്രോഗ്രാംസ് ലോ കോളേജിൽ ഏറ്റവും ബെസ്റ്റ് അക്കാദമിക് പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇപ്പൊ തൃശ്ശൂർ ലോ കോളേജിൽ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഓൾ ഇന്ത്യ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു അതിന് ഫൈനലിന് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഓക്കെ, അത്രയും പോഷായിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലൊക്കെ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ നടത്തും. അതുപോലെ തന്നെ സെമിനാർസ്, അതുപോലെ തന്നെ എല്ലാവിധ അക്കാദമിക് പ്രോഗ്രാംസ്, ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് പേഴ്സൺസിനെ വെച്ചിട്ടുള്ള അത്രയും ലെവലിലുള്ള അക്കാദമിക് പ്രോഗ്രാംസ് നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജ് നടത്തും. നമുക്ക് ഏത് രീതിയിൽ നമുക്കുള്ള എന്താ പറയുക നോളേജ് കിട്ടാൻ പോകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് നമുക്ക് അവിടെ കിട്ടും. നമുക്ക് പിന്നെ അതുപോലെ മൂട്ടിന്റെ കാര്യം ഞാൻ മൂഡ് കോർട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂഡ് കോർട്ട് ആയിക്കോട്ടെ, അതിന്റെ എക്സ്പോഷർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കോർട്ട് പ്രാക്ടീസിന്റെ ഒരു ഇനീഷ്യൽ എന്താ പറയുക ഒരു രുചി നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ യൂണിയൻ പ്രോഗ്രാംസ് നമുക്കറിയാം, ഗവൺമെന്റ് ലോ കോളേജസിൽ മാത്രമുള്ള ഒരു പ്രോപ്പർലി എലക്റ്റഡ്, ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് യൂണിയൻ ഉണ്ടാവും നമുക്ക്.
ആ യൂണിയൻ ഒരുപാട് പ്രോഗ്രാംസ് നടത്തും, ആർട്സ് നടത്തും, സ്പോർട്സ് നടത്തും. ആകെ ഒരു കളർഫുൾ ലൈഫായിരിക്കും അത്. അതിലൊരു ഡൗട്ടില്ല. 5 കൊല്ലം നമുക്ക് അല്ലെങ്കിൽ 3 കൊല്ലം നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ആ 5 കൊല്ലം 3 കൊല്ലം നീങ്ങി പോകുന്നതന്നെ അറിയില്ല. മിക്കപ്പോഴും പരിപാടിയിൽ ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക്, ഓണത്തിന്, ക്രിസ്മസിന്, അതുപോലെ മെയിൻ ആയിട്ടുള്ള ഡേയ്സിനൊക്കെ പരിപാടി ഉണ്ടാവും. നല്ല കളർഫുൾ ആയിട്ടുള്ള പരിപാടി. ലോ കോളേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലോകം. അല്ലാണ്ട് നമ്മൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ലോ കോളേജിൽ എപ്പോഴും പഠനവും ബുക്കും കാര്യങ്ങളൊക്കെ അല്ല. ലോ കോളേജ് എന്ന് പറഞ്ഞൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ പൊളിറ്റിക്സ് ഞാൻ പറയാം, അതിന് 2 രീതി കാണുന്ന ആൾക്കാരുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബാഡ് ആയിട്ടുള്ള, പൊളിറ്റിക്സ് ഒരിക്കലും ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജീവിക്കണമെങ്കിൽ കൃത്യമായിട്ട് പൊളിറ്റിക്സ് അറിയാം. ഓക്കെ, പൊളിറ്റിക്സ് ഏതിനും ഒരു പൊളിറ്റിക്സ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അറിയിക്കണം. ലോ കോളേജിൽ അതിന് എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പൊളിറ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം, കളിക്കാനും പൊളിറ്റിക്സിനെ പറ്റി അറിയാനും അത് ഇൻവോൾവ് ആവാനുള്ള കൃത്യമായിട്ട് സ്റ്റേജസും ഫോറംസും പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ 5 കൊല്ലം ആക്റ്റീവായി പൊളിറ്റിക്സിലൊക്കെ ഇൻവോൾവ് ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മനുഷ്യന്മാരെ കണ്ടു. അതുപോലെ അവർ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരെ കൊണ്ട് എനിക്ക് ഇന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നും എനിക്ക് ഓരോ കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഞാൻ അവരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്യാറ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് അവരുടെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിന്ന് ഈ കോച്ചിങ് എന്ന LLB ആയിട്ട് പിള്ളേരെ ഗൈഡ് ചെയ്യുക എന്നൊരു സംവിധാനത്തിലേക്ക് ഞാൻ വരുന്നത് സംഘടനയിൽ നിന്ന് പൊളിറ്റിക്സിലൂടെയാണ്. സത്യം പറഞ്ഞാൽ കോച്ചിങ് എന്നൊരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആ ഒരു പൊളിറ്റിക്സ് എൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്തി. പൊളിറ്റിക്സ് ആക്റ്റീവായ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക, കൃത്യമായിട്ട് നിങ്ങളുടെ സൊസൈറ്റി എന്താണ് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വരുന്നത് ഹോസ്റ്റൽ വൈബ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂർ ലോ കോളേജിൽ ഹോസ്റ്റലില്ല, ബാക്കി 3 ലോ കോളേജിന് ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലിൽ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു വൈബ്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു രസമുള്ളൊരു പരിപാടി. പ്രത്യേകിച്ച് ഹോസ്റ്റലൊക്കെ ഉണ്ടെങ്കിൽ, കോളേജിൽ നൈറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു വൈബായിരിക്കും അല്ലേ. അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ലോ കോളേജസിൽ എന്താ പറയുക, ലോ കോളേജ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് ലോ കോളേജ് എന്ന് പറയുന്നത് അതൊരു വേറൊരു വൈബാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ഡിഫറെന്റ് പ്ലേസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് അവിടെ വന്നിട്ടാണ്. എനിക്ക് വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പോയി എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ ഞാനീ പറഞ്ഞുകൊണ്ട് അയ്യോ സാറ് വീഡിയോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊക്കെ ഇല്ലല്ലോ എന്നൊന്നും അങ്ങനെയൊന്നും ഇതാക്കണ്ട. കാലം മാറി, ഞാൻ പഠിച്ചപ്പോഴുള്ള കാലമല്ല ഇപ്പോൾ. ഓക്കെ, ബട്ട് ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് ആ ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. വെറുതെ ഒരു ചടങ്ങിനാണ് നിങ്ങളവിടെ പോകണമെങ്കിൽ ഇറ്റ് വിൽ ബി ദ വേസ്റ്റ് പ്ലേസ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, സാർ ലോ കോളേജിൻ്റെ വൈബ് എന്താ, തൃശ്ശൂർ ലോ കോളേജിൻ്റെ വൈബ് ഏതാ, എറണാകുളം ലോ കോളേജ് എങ്ങനെയാ, ഗവൺമെൻറ് കോളേജിൻ്റെ വൈബ് എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ആയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ കിട്ടാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.